പി എസ് സിയിൽ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്. പക്ഷേ കുറച്ച് പേരെങ്കിലും ഇത് തെറ്റിക്കാറുണ്ട്. അതിനി തെറ്റിക്കാൻ ഇട വരരുത്. അതിനൊരു സൊല്യൂഷനാണ് ബോർഡ് മാസ് റൂൾ. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ്, ഒ എന്ന് പറയുന്ന ഓർഡർ, എം എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ, എ എന്ന് വെച്ചാൽ അഡീഷൻ, എസ് എന്ന് സബ്ട്രാക്ഷൻ. ഇതിൽ ഓർഡർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പവേഴ്സ് വരും, അതുപോലെ തന്നെ റൂട്ട് ഇങ്ങനെ വരും. അതൊക്കെയാണ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ബോർഡ് മാസ് വെച്ച് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൽ തന്നെ ഇപ്പോൾ ബ്രാക്കറ്റോ ഒന്നും തന്നെ ഇല്ല, അതുപോലെ തന്നെ ഓർഡറോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യമേ ഡിവിഷൻ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? 10 പ്ലസ് 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 അറിയാലോ, 1 മൈനസ് 10. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞു. അടുത്തെന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ 10 പ്ലസ് 10 ഇൻറ്റു 1 10 മൈനസ് 10. അടുത്തെന്താണ്? അഡീഷൻ. 10 പ്ലസ് 10 20 മൈനസ് 10. അവസാനമാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 20 മൈനസ് 10 ഈക്വൽ ടു 10. അപ്പോൾ ആൻസർ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഈ റൂൾ അനുസരിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് തെറ്റിക്കാതെ ഇനി ചെയ്യാൻ പറ്റും. പി എസ് സിയിൽ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്. പക്ഷേ കുറച്ച് പേരെങ്കിലും ഇത് തെറ്റിക്കാറുണ്ട്. അതിനി തെറ്റിക്കാൻ ഇട വരരുത്. അതിനൊരു സൊല്യൂഷനാണ് ബോർഡ് മാസ് റൂൾ. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ്, ഒ എന്ന് പറയുന്ന ഓർഡർ, എം എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ, എ എന്ന് വെച്ചാൽ അഡീഷൻ, എസ് എന്ന് സബ്ട്രാക്ഷൻ. ഇതിൽ ഓർഡർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പവേഴ്സ് വരും, അതുപോലെ തന്നെ റൂട്ട് ഇങ്ങനെ വരും. അതൊക്കെയാണ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ബോർഡ് മാസ് വെച്ച് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൽ തന്നെ ഇപ്പോൾ ബ്രാക്കറ്റോ ഒന്നും തന്നെ ഇല്ല, അതുപോലെ തന്നെ ഓർഡറോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യമേ ഡിവിഷൻ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? 10 പ്ലസ് 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 അറിയാലോ, 1 മൈനസ് 10. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞു. അടുത്തെന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ 10 പ്ലസ് 10 ഇൻറ്റു 1 10 മൈനസ് 10. അടുത്തെന്താണ്? അഡീഷൻ. 10 പ്ലസ് 10 20 മൈനസ് 10. അവസാനമാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 20 മൈനസ് 10 ഈക്വൽ ടു 10. അപ്പോൾ ആൻസർ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഈ റൂൾ അനുസരിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് തെറ്റിക്കാതെ ഇനി ചെയ്യാൻ പറ്റും.